ഉപയോഗശൂന്യമായ മരുന്നുകളുടെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ ആരംഭിച്ച എൻപ്രൗഡ് പദ്ധതിക്ക് കോഴിക്കോട് ഉള്ളിയേരിയിൽ തുടക്കമായി. കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്ന രണ്ടാമത്തെ തദ്ദേശ സ്ഥാപനമാണ് ഉള്ളിയേരി. ഹരിതകർമ്മസേനയുടെ സേവനം ഉപയോഗപ്പെടുത്തി ഉപയോഗശൂന്യമായ മരുന്നുകൾ ശേഖരിക്കും. ഉപയോഗശൂന്യമായ മരുന്നുകളുടെ ശാസ്ത്രീയമായ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ എൻപ്രൗഡ് പദ്ധതി ആരംഭിച്ചത്. ഉപയോഗം കഴിഞ്ഞ മരുന്നുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും മറ്റ് മാലിന്യങ്ങൾക്കൊപ്പം നിക്ഷേപിക്കുന്നതും പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ആരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കണ്ടാണ് സർക്കാർ എൻപ്രൗഡ് പദ്ധതിക്ക് രൂപം നൽകിയത്. സംസ്ഥാനത്ത് കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലുമാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. ഉള്ളിയേരി പഞ്ചായത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത നിർവഹിച്ചു. ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള മരുന്നുകളും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച് ബാക്കിയായി വരുന്ന മരുന്നുകളും ഇനി അലക്ഷ്യമായി വലിച്ചെറിയാതെ കൃത്യമായി സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മാസത്തിൽ നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ വരുമ്പോൾ അത് കൊടുക്കാനുള്ള ഒരു മനസ്സും അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊക്കെ തന്നെ കിട്ടാവുന്ന വേദികളിലൊക്കെ തന്നെ ഇതിൻ്റെ ഒരു സന്ദേശം കൂടി കൊടുത്തുകൊണ്ട് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. സമഗ്രമായ പൈലറ്റ് സ്റ്റഡിക്ക് ശേഷം കേരളത്തിൽ മുഴുവൻ പദ്ധതി വ്യാപിപ്പിക്കും. വീടുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ മരുന്നുകൾ ശേഖരിക്കുന്നതിൽ ഹരിതകർമ്മസേനയുടെ സേവനം ഉപയോഗപ്പെടുത്തും. മെഡിക്കൽ സ്റ്റോറുകൾക്ക് മുന്നിൽ പ്രത്യേക ശേഖരണ സംവിധാനവും ഒരുക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.